നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രാർത്ഥനാ രീതി എന്താണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം? ജീവിതത്തിൽ പല പല കാര്യങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കുന്നുണ്ട്. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 121 നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിത അവസ്ഥയാണ് വിവരിക്കുന്നത്. നമുക്ക് പരിചയമുണ്ട് എങ്കിലും ഇപ്പോൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 121 അതിൻ്റെ 1 മുതലുള്ള വചനം. അവിടെ സങ്കീർത്തകനായ ദാവീദിൻ്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു ചോദ്യത്തോടു കൂടിയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നിട്ട് ഇതാ ഉത്തരം: എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാവും? ആരെൻ്റെ കൂടെ നിൽക്കും? ആരെന്നെ ആശ്വസിപ്പിക്കും? ആര് കൂടെയുണ്ടാവും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ആരാ കൂടെ ഉണ്ടായിരുന്നേ? നമുക്ക് പലപ്പോഴും പലരും പറയും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ബ്രോ ഞാൻ കൂടെ ഉണ്ടാവും, അല്ലേ എന്ന് പറയുന്ന ബ്രോ എന്നൊക്കെ. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ചങ്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവും. പറച്ചിലൊക്കെ ഉണ്ട്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആര് കൂടെ ഉണ്ടാവും? ആർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരാവശ്യം വന്നാൽ ആര് സഹായിക്കാൻ പറ്റും? മനുഷ്യൻ്റെ സഹായങ്ങൾക്ക് ഒരു പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ സഹായിക്കാനോ ആ വ്യക്തിയുടെ ആശ്വാസം നൽകാനോ നമുക്ക് പറ്റത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അധിക നാളായിട്ടില്ല, ഒരു ചെറുപ്പക്കാരൻ, അവന് ഒത്തിരി കൂട്ടുകാരുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുത്തനാണ്. എന്നാൽ ഇവനെ ഒരു പ്രശ്നത്തോട് ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് പ്രശ്നം രൂക്ഷമായി. ആ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇവൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ആ രാത്രിയിൽ എന്നെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പല തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ വീട്ടുകാർ പലരെയും വിളിക്കുന്നുണ്ട്, MLA മാരെ MP മാരെ തുടങ്ങി പലരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി: എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ആ രാത്രിയിലാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇത്രയും നാൾ എൻ്റെ ചിന്ത, എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, എൻ്റെ കുടുംബം പാരമ്പര്യമുള്ളതാണ്, എൻ്റെ അങ്കിൾ ഇന്നയാളാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ട്, ഇന്ന രാഷ്ട്രീയക്കാരനുണ്ട്, ഇന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുണ്ട്, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഉണ്ടാവും. എന്നാൽ ആ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ, ആ തണുത്ത് മരവിച്ച ആ തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്നു: ഈ ഭൂമിയിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ മനുഷ്യർക്കൊന്നും നമ്മളെ അടിസ്ഥാനപരമായി സഹായിക്കാൻ പറ്റിയല്ല. വാക്കുകൾ കൊണ്ട് പലരും കൂടെ വരും. ഇവിടെ സങ്കീർത്തകനായ ദാവീദ് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, ആർക്കെന്നെ സഹായിക്കാൻ പറ്റും? ആർക്കെൻ്റെ കൂടെ നിൽക്കാൻ പറ്റും? ആരെന്നെ സഹായിക്കും? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ആരെന്നെ സഹായിക്കും? സങ്കീർത്തകൻ തന്നെ ഉത്തരം പറയുന്നു: ഇതാ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവിൽ നിന്ന് എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണൊന്ന് അടച്ചേ, എന്നിട്ടൊന്ന് ദൈവസന്നിധിയിൽ നിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഒരുപക്ഷെ ആരും സഹായമില്ലാതെ വല്ലാണ്ട് വിഷമിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച്, കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യമാണ് ഞാൻ സമർപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. കർത്താവേ, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞ് അതാണ് എൻ്റെ സന്തോഷം. കർത്താവ്, ഞാൻ വിശ്വസിക്കുകയാണ്, എനിക്കാരും സഹായമില്ല ഈ ഭൂമിയിൽ, എന്നാൽ സ്വർഗത്തിൽ നിന്ന് എനിക്കൊരു സഹായം ലഭിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ വരികളൊന്ന് ധ്യാനിച്ചൊന്ന് പാടിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ
കണ്ടും കാണാതെയും പോകുന്നവർ. ചിന്തിച്ചു നോക്കിക്കേ, ആരും സഹായമില്ല ഈ ഭൂമിയിൽ. ആ ഉള്ളവരൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, അവര് കണ്ടും കാണാതെയും കടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി ആ വരികളൊന്ന് പാടി നോക്കിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എനിക്കൊരു സഹായകനുണ്ട്. സ്വർഗം തരുന്നൊരു സഹായകനാണ്, അതെന്റെ പരിശുദ്ധാത്മാവാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 121. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ ഒരു പേപ്പറിൽ ഈ സങ്കീർത്തനം 121 എഴുതി വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഇത് വായിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാർക്കെങ്കിലും ഈ ഭൂമിയിൽ എന്നെ ആര് സഹായിക്കും, എൻ്റെ കൂടെ ആര് നിൽക്കും, ആരെന്നെ ആശ്വസിപ്പിക്കും, ആർക്കെന്നെ മനസ്സിലാകും എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളോടെ വിഷമിക്കുന്നെങ്കിൽ സങ്കീർത്തനം 121 നിനക്കുള്ളൊരു ഉത്തരമാണ്. ആ സങ്കീർത്തനം 121 നമ്മൾ ചെല്ലുവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഞാൻ അത് ചൊല്ലിത്തരുമ്പോൾ നിങ്ങളത് ഇരിക്കുന്ന സ്ഥലത്ത് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഉച്ചത്തിൽ ഏറ്റു ചൊല്ലിക്കണം. സങ്കീർത്തനം 121. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകൾ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല വചനല്ലേ? നല്ല കൈയടി. ഹല്ലേലൂയ. അപ്പൊ ഈ പറഞ്ഞതുപോലെ സങ്കീർത്തനം അതൊരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒക്കെ ഈ സങ്കീർത്തനം 121 പല സമയങ്ങളായിട്ട് നമ്മളോട് തന്നെ പറഞ്ഞ്, കർത്താവ് എനിക്കൊരു സഹായകനെ തന്നിട്ടുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്ന ആരെന്നെ സഹായിക്കും? ആരും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു ശക്തി സഹായമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ ഹല്ലേലൂയ. സങ്കീർത്തനം 46 അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 46 46-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇതാ സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കണ്ടോ, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. എന്നിട്ട് പറയുക കഷ്ടതകളിൽ, അതായത് ഞെരുക്കമുണ്ടാകുമ്പോൾ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണെന്ന്, നിശ്ചയമാണെന്ന്, സുനിശ്ചിതമാണ്. ചിലപ്പോൾ സഹായിച്ചേക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, അതല്ല, മറിച്ച് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ
41 അധ്യായം വേഴ്സ് 10, 41 അധ്യായം അതിൻ്റെ 10 തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കണ്ടോ വചനം പറയുന്നത് സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ വചനം ഏറ്റെടുത്തോണം കേട്ടോ. ഇത് നമുക്ക് വേണ്ടി കർത്താവ് തരുന്ന വചനമാണ്. ഇതങ്ങോട്ട് ഈ സ്വന്തമാക്കണം, ഏറ്റെടുക്കണമെന്ന് പറയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും അടുത്ത എന്താണ്, സഹായിക്കുകയും ചെയ്യും. ശക്തിപ്പെടുത്തുക മാത്രമല്ല, നിന്നെ സഹായിക്കും. യെസ്, ഐ വിൽ ഹെൽപ്പ് യു. നിന്നെ സഹായിക്കും. എന്തിനു വേണ്ടി സഹായിക്കും? എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ.